പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 12 വരെ നടക്കും. പ്രത്യേക സമ്മേളനം ഉണ്ടാകില്ല. സിബി ഉണ്ട് ദില്ലിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സിബി, അങ്ങനെയാണ് വിവരങ്ങൾ. ഭദ്ര പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിലുള്ള തീയതികളാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതായത് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 12 വരെ നടക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി പ്രത്യേകമായ പാർലമെന്റ് സമ്മേളനം വിളിച്ചേർക്കുമെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യത്തിലെ 16 പ്രതിപക്ഷ എംപിമാരെല്ലാം തന്നെ ഒപ്പിട്ടുകൊണ്ട് നിവേദനം അടക്കമെല്ലാം തന്നെ നൽകിയിരുന്നു. മാത്രമല്ല CPI അടക്കമെല്ലാം തന്നെയും കഴിഞ്ഞ ദിവസം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത് പ്രത്യേകമായ പാർലമെന്റ് സമ്മേളനം വിളിക്കണം, ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെയും കൃത്യമായ വിശദാംശങ്ങൾ അറിയാൻ ഭരണപക്ഷത്തെ പോലെ തന്നെ പ്രതിപക്ഷത്തിനും അവകാശമുണ്ടെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു പ്രത്യേകമായ പാർലമെന്റിന്റെ സമ്മേളനം ഉണ്ടാകില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു ഇപ്പോഴത്തെ ഒരു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ കരുതേണ്ടത്. എന്തായാലും ഇപ്പോൾ പ്രത്യേക സമ്മേളനം ചേർന്ന ആവശ്യം ഒരു പക്ഷേ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ ഒരു പാർലമെന്റിന്റെ വർഷകാല സമ്മേളന തീയതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ ഒരു പ്രത്യേക സമ്മേളനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും അത് ഇന്ത്യ സഖ്യ പ്രതിപക്ഷ എംപിമാരെല്ലാം തന്നെയും ഇത്തരത്തിൽ ഇതുമായി ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടും എല്ലാം തന്നെയും ഈ ഒരു ഭരണപക്ഷം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വിദേശ പര്യടനം പൂർത്തിയാക്കി പല പല സംഘങ്ങളായി പ്രതിപക്ഷ എംപിമാരും ഭരണപ്രതിപക്ഷ എംപിമാരെല്ലാം തന്നെയും ഓരോ ഡെലിഗേറ്റ്സ് എല്ലാം തന്നെയും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം തന്നെയും ഒന്നടക്കം ആവശ്യപ്പെടുന്നത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംയുക്ത സൈനിക മേധാവി അടക്കമെല്ലാം തന്നെയും മറ്റു പല രാജ്യങ്ങളിലും പോയി നടത്തുന്ന പല പ്രഖ്യാപനങ്ങളിലും പല ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ടെല്ലാം നടത്തുന്ന പല കാര്യങ്ങളും അതെല്ലാം തന്നെയും കൃത്യമായി പാർലമെന്റിൽ മറുപടി പറയണം. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ അറിയിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെയും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ ഇന്ത്യ പാക് സംഘർഷം വരെ അതെല്ലാം തന്നെയും ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇതിൽ അമേരിക്കൻ പ്രസിഡന്റ് അടക്കം ഉൾപ്പെട്ടിട്ടാണെന്നുള്ള കാര്യമെല്ലാം തന്നെയും ഡൊണാൾഡ് ട്രംപ് അടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇത്തരത്തിന്റെ ഈ ഒരു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പിന്നീട് പല വിവാദങ്ങളും ഉണ്ടായി. ഇതിനെല്ലാം തന്നെ കൃത്യമായ ഒരു വിശദീകരണം നൽകേണ്ടത് ഭരണപക്ഷത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ചുമതല കൂടിയാണ്. പക്ഷേ ഇത് കൃത്യമായി വിശദീകരണം നൽകാതെ സംയുക്ത സൈനിക മേധാവി പോലും മറ്റു രാജ്യങ്ങളിൽ പോയി ഇന്ത്യയുടെ ഒരു യുദ്ധവിമാനം തകർന്നു വീഴുന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രസ്ഥാനം നടത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിന്റെ എല്ലാം തന്നെയും അടിസ്ഥാനത്തിലാണ് പ്രത്യേകമായ പാർലമെന്റ് സമ്മേളനം പിടിച്ചു ചേർത്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂരിന്റെയും ഈ ഒരു സംഘർഷത്തിന്റെ എല്ലാം തന്നെയും വിശദാംശങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ പ്രത്യേകമായ പാർലമെന്റ് സമ്മേളനം ചേരുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഈ വർഷകാല സമ്മേളനത്തിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 12 വരെയാണ് ഈ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുക എന്നുള്ള കാര്യം ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. വ്യക്തമാണ് സിബി. അതായത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെയും ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളെയും ഒക്കെ കേന്ദ്ര സർക്കാർ ഭയക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രത്യേക സമ്മേളനത്തിന് അനുമതി നൽകുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തുവരുന്നത്. സിബിയാണ് വിശദാംശങ്ങൾ നൽകിയത്.